ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ 13 ഡേ ആയിട്ടുണ്ട്. നമ്മുടെ 21 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 13 ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 9 ഡേയ്സ് വരെയുള്ള ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ദിവസം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അന്നത്തെ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അന്നത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ മുന്നേ കാണിച്ച ആ ഓയിലിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓയിലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ വാഷും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. വേറെ മാസ്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊരു മാസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മുടിയൊക്കെ ബേബി ഹെയർ ഒക്കെ നന്നായി ഗ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. മുടി നന്നായിട്ട് തിക്കായിട്ട് വളരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ ലോസ് കുറേയൊക്കെ ശരിയായി വരുന്നുണ്ട്. നല്ല ഹെയർ ലോസ് ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ നല്ല മാറ്റം വന്നു തുടങ്ങി. പിന്നെ ഇന്നത്തെ റെസിപ്പിയല്ല, നമ്മുടെ ടിപ്പിലേക്ക് പോവാം. മാസ്ക് എങ്ങനെയും ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഹിബിസ്കസ് ലീഫ് വേണം, അതായത് ചെമ്പരത്തിയുടെ ഇല, അതുപോലെ തന്നെ നമ്മുടെ വേപ്പില, പിന്നെ നമ്മൾ തലേ ദിവസം സൂക്ക് ചെയ്ത് വെച്ചുള്ള ഫെനുഗ്രീക്ക്, ഉലുവ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഒരു ദിവസം മുഴുവൻ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തതാണ്. പിന്നെ കുറച്ച് അലോവേരയുടെ ഒരു പീസ് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും. ഇത്രയും കാര്യങ്ങൾ മതി. ഈ ഉലുവ എടുക്കാതെ ഉലുവ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ വെള്ളം മാത്രമാണ് ഞാൻ യൂസ് ആക്കുന്നുള്ളൂ. അപ്പോൾ വേപ്പിലയും നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും പിന്നെ നമ്മുടെ അലോവേര കറ്റാർവാഴി മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. ഇത് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വല്ല ലീഫ് ഉണ്ടെങ്കിൽ മുരിങ്ങ ഇല അതൊക്കെ വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത് മാത്രം ആക്കിയത്. ഇത് ഞാൻ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ നീര് മാത്രം, മറ്റേത് അരിച്ച് മാറ്റിയിട്ട് നീര് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്യണം. അപ്പം നേരില്ലാത്ത കാരണം തന്നെ പാർട്ടീഷൻസ് ഒന്നും എടുക്കാൻ എനിക്ക് നേരില്ല. കാരണം രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോഴത്തേനും ബാക്കി എല്ലാ കാര്യങ്ങളും കഴിയണം. അപ്പോൾ അതിൻ്റെ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ കുറേ ദിവസം ഇതുപോലെ ഒരു വീഡിയോ ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. പിന്നെ എനിക്കാണെങ്കിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യും വേണം. നമ്മൾ 21 ഡേയ്സ് ഹെയർ കെയർ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ചെയ്തേ പറ്റൂ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഹെയർ മാസ്ക് രാവിലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അതായത് തിങ്കളാഴ്ച മോർണിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ പേസ്റ്റൊക്കെ എടുത്ത് നീരാക്കിയിട്ട് ഞാൻ ഫുൾ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു. പക്ഷെ പാർട്ടീഷൻസ് എടുത്തില്ല എന്ന് മാത്രം. അപ്പോൾ മുടിയിൽ നന്നായി എണ്ണയൊക്കെ തേച്ച് നമ്മുടെ ജടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ ഒരു നമ്മുടെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചെമ്പരത്തി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ മുടിക്ക്. ഇപ്പോൾ മുടി സ്ട്രെങ്തൻ ചെയ്യാനും ഹെയർ ഗ്രോത്തിനും നല്ല മുടിക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിലെല്ലാത്തിലും ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ അറിയുന്നുണ്ടാവും, നമ്മളെല്ലാത്തിനെയും കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മളിത് അപ്ലൈ ചെയ്ത് മുടി കെട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ പിടിച്ചിട്ട് പിന്നെ ഹെയർ വാഷ് ചെയ്തിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡ്രിങ്ക് കുടിക്കാൻ മറക്കരുത്, ഹെയർ ഗ്രോത്ത് ഡ്രിങ്കും കുടിക്കാൻ മറക്കരുത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് ഈ വാഷ് ചെയ്തു, ജസ്റ്റ് മൈൽഡ് ഷാമ്പു വെച്ചിട്ട് തന്നെ വാഷ് ചെയ്തു. അപ്പോൾ അതേ നല്ല റിസൾട്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു റിസൾട്ട്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹെയർ ഓയിലും അതുപോലെ തന്നെ ഹെയർ സിറം ഉണ്ടാക്കുന്നതുമാണ് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത വീഡിയോസും ഈ പറഞ്ഞ പോലെ നമ്മൾ തിരക്കായതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഇട്ടിട്ടാവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.